സ്വന്തം കർമ്മങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഇത്തരം ശ്രമങ്ങൾ നടത്തുമ്പോൾ എന്താണ് ഫലമുണ്ടാകുക എന്നുള്ളത് കാത്തിരുന്ന് കാണുക. ജനങ്ങൾ വിഡ്ഢികളല്ല. കാരണം അവർ ചെയ്ത കാര്യങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. ഞങ്ങളാരും സമുദായ സംഘടനകളെ വെല്ലുവിളിക്കാറില്ല. ഞങ്ങളാരും ആരെയും അപകീർത്തിപ്പെടുത്താറില്ല. ഇതെല്ലാം ചെയ്തത് CPM-ഉം ഗവൺമെൻറ്റുമാണ്. അപ്പോൾ അവരിപ്രാവശ്യം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അത് തൊട്ട് മുമ്പേ കൂടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷിയുള്ളവരാണ് കേരള ജനത എന്നുള്ളത് ഉറപ്പാണെന്നാണ് ഞാൻ പറയാനാഗ്രഹിക്കുന്നത്. SIR ഇന്ത്യ തലത്തിലെല്ലാം കോൺഗ്രസും CPM-ഉം ഇന്ത്യ കക്ഷികളെല്ലാം എതിർക്കുന്ന ഒന്നാണ്. SIR തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത്. അതിന് പ്രതികരിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ. കേരളത്തിലെ ഇന്ത്യയിലത്തെ എല്ലാ ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും പ്രതികരിച്ചിട്ടുണ്ട്. SIR-ൽ പ്രതികരിക്കാത്ത ഒറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, നമ്മുടെ കേരള മുഖ്യമന്ത്രി. അവരുടെ പാർട്ടി പ്രതികരിച്ചിട്ടുണ്ട്, ഞാൻ ഉറപ്പിച്ച് പറയാം. പക്ഷേ മറ്റു മുഖ്യമന്ത്രിമാർ സ്റ്റാലിനായാലും ഹേമന്ത് സോറനായാലും മമതാ ബാനർജി ആയാലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായാലും അവരെല്ലാം ഇതിൻ്റെ സമരത്തിൽ മുന്നോട്ട് വന്നവരാണ്. SIR-നെതിരായിട്ടുള്ള പോരാട്ടത്തിൽ അതിലൊന്നും ഒരക്ഷരം മിണ്ടാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ കേരളത്തിൻ്റെ SIR-ൻ്റെ കാര്യത്തിൽ മാത്രം അഭിപ്രായം പറയുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അത് ക്ലിയർ ആയിട്ടുള്ള ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ പുനഃസംഘടന KPCC പ്രസിഡന്റ് മുതൽ മുകളിലോട്ട് പുനഃസംഘടന AICC-യുടെ ചുമതലയാണ്. മറ്റു പുനഃസംഘടനകൾ നടത്തേണ്ടത് കേരളത്തിലെ നേതൃത്വം ഒന്നിച്ചിരുന്ന് അവർ നിർദ്ദേശങ്ങൾ തന്നാൽ ആ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ കേരളത്തിലൊരു കമ്മിറ്റിയുണ്ട്, DCC പ്രസിഡന്റുമാരുണ്ട്, അവരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ പേരെ പുനഃസംഘടിപ്പിക്കുന്നതിന് പാർട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നടപ്പാക്കപ്പെടും. അതിനൊരു സമയപരിധിയൊന്നുമില്ല. നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലിരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനമായിട്ടാണ് ആലപ്പുഴയിൽ AIIMS വേണം. അപ്പോൾ അത് സ്വാഗതാർഹമായ കാര്യമാണെന്ന് ആലപ്പുഴയുടെ ജനപ്രതിനിധിയുടെ MP എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. കാരണം കഴിഞ്ഞ ഒരുപാട് നാളായിട്ട് കേരളത്തിനൊരു AIIMS-ന് വേണ്ടി കേരളം കരഞ്ഞു കാത്തിരിക്കുകയാണ്. ഇതുപോലെ വിവേചനം മറ്റൊരു സംസ്ഥാനത്തിനും കേന്ദ്രം നൽകിയിട്ടില്ല. 11 വർഷക്കാലം അവർ എത്ര AIIMS കൊടുത്തു? അവിടെയൊന്നും കേരളത്തിന് അവസരം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പാർലമെൻറ്റിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ ആരോഗ്യമന്ത്രിയുമായ നഡ്ഡ മറുപടി പറഞ്ഞിട്ടുണ്ട്, AIIMS കേരളത്തിന് അനുവദിച്ചിരിക്കും. പക്ഷേ ഇന്ന് വരെ അനുവദിച്ചില്ല. സത്യത്തിൽ അത് വാഗ്ദാന ലംഘനമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ആലപ്പുഴയിൽ അനുവദിക്കേണ്ടതാണ്, അതിനുവേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാൻ പോവാണ്. സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും. അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അത് നടത്തട്ടെ. നമുക്ക് കേരളത്തിൽ എവിടെയായാലും AIIMS വേണം. ആലപ്പുഴയിലാണ് AIIMS എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് അറിയാലോ, പാവപ്പെട്ടവർ ഏറ്റവും കൂടുതലുള്ള ആശ്രയിക്കുന്ന സ്ഥലമാണത്.